പെണ്ണിൻ മനസ്സറിഞ്ഞ പൊന്നിൻ ശേഖരം 45 വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ മിനി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലസ് റോഡ് മട്ടാഞ്ചേരി 50% വരെ ഡിസ്കൗണ്ട് ഓഫറിൽ ഡയമണ്ട് ആഭരണങ്ങൾ ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ വെറും 2000 രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂക്കുത്തികൾ വിവാഹത്തിനും മറ്റാഘോഷങ്ങൾക്കും സമ്മാനമായി നൽകാൻ ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാണ്. പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കുവാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു. പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ മറ്റാരും നൽകാത്തത്ര ഉയർന്ന സ്വർണ്ണവില നൽകുന്നു. കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമായ KVM ഫിനാൻസിൽ സ്വർണ്ണാഭരണങ്ങൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പണയം വയ്ക്കുമ്പോൾ കൂട്ടുപലിശയോ സർവീസ് ചാർജോ ഈടാക്കുന്നതല്ല. അങ്കമാലി നഗരസഭയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ യജ്ഞം ആരംഭിച്ചു. അങ്കമാലി നഗരസഭാ പരിധി മാലിന്യമുക്തമാക്കുക, പകർച്ചവ്യാധികൾ നിയന്ത്രണ വിധേയമാക്കുക, രോഗപ്രതിരോധ മുന്നൊരുക്കങ്ങൾ ഊർജിതപ്പെടുത്തുക, ആരോഗ്യകരമായ ജീവിതാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നീ ലക്ഷ്യങ്ങളുമായി നഗരസഭയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ യജ്ഞ നടപടികൾ തുടങ്ങി. 7-8 വാർഡുകളെ ഓരോ ഉദ്യോഗസ്ഥർക്കും കൊടുത്തുകൊണ്ട് വാർഡുതല സാനിറ്റേഷൻ കമ്മിറ്റി രൂപീകരിച്ച് ഓരോ വാർഡിലും പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ട സ്ഥലങ്ങൾ, കാനകൾ, തോടുകൾ, ഇടത്തോടുകൾ എന്നിവ സുഗമമായി ഒഴുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ജലജന്യ രോഗങ്ങൾ, വെള്ളക്കെട്ട് മൂലം ഉണ്ടാകുന്ന ജലജന്യ രോഗങ്ങൾ, അങ്ങനെ പ്രത്യേകം ഓരോ വാർഡിലും ചെയ്യേണ്ടതായ കാര്യങ്ങൾ വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റിയിൽ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി മെയ് 15-നകം പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പലരും നല്ല ആരും, ഞാനടക്കം ആരും വാർഡുതല സാനിറ്റേഷൻ കമ്മിറ്റി കൂടിയിട്ടില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനു മുന്നോടിയായി ജനപ്രതിനിധികൾ, ആരോഗ്യമേഖലാ ജീവനക്കാർ, നഗരസഭാ പരിധിയിലുള്ള വ്യാപാരി വ്യവസായി സംഘടനാ പ്രതിനിധികൾ, റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ, സന്നദ്ധ സേനാംഗങ്ങൾ, സ്കൂൾ കോളേജ് പ്രതിനിധികൾ, ആശാവർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലയിൽ നിന്നുമുള്ള പ്രതിനിധികളെ ഉൾപ്പെടുത്തി വിശാല യോഗം വിളിച്ച് കർമ്മ പരിപാടികൾക്ക് രൂപം കൊടുത്തു. നഗരസഭാ പരിധിയിലുള്ള കാനകൾ, ഓടകൾ, പാതയോരങ്ങൾ, പൊതുജലാശയങ്ങൾ തുടങ്ങിയ ഇടങ്ങളെല്ലാം ശുചീകരിക്കുക, കൊതുക് നിവാരണ ട്രേഡ് പ്രവർത്തനങ്ങൾ കൃത്യമായി നടപ്പിലാക്കുക, മാലിന്യ നിർമ്മാർജ്ജനം, ആരോഗ്യ സുരക്ഷ എന്നീ വിഷയങ്ങളിൽ വേണ്ടത്ര ബോധവൽക്കരണം നടത്തുക, മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരായ നിയമാനുസൃതമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ കർമ്മ പരിപാടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുവാൻ തീരുമാനിച്ചു. നഗരസഭാ ചെയർമാൻ മാത്യു തോമസ്, വൈസ് ചെയർപേഴ്സൺ സിനി ടീച്ചർ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ TY ഏലിയാസ്, ജസ്മി ജിജോ, ജാൻസി അരിക്കൽ, റോസ്ലി തോമസ്, DPC അംഗം റീത്ത പോൾ, മുൻ ചെയർമാൻ റജി മാത്യു, BJP പാർലമെന്ററി പാർട്ടി ലീഡർ AV രഘു, കൗൺസിലർമാരായ ലിലി ജോയ്, ബാസ്റ്റൻ D പാറക്കൽ, ലിസി പോളി ടീച്ചർ, ജിതാഷി ജോയ്, ഗ്രേസി ദേവസി, രജനി ശിവദാസൻ, സരിത അനിൽകുമാർ, മോളി മാത്യു, നഗരസഭാ സെക്രട്ടറി ജെയിൻ വർഗീസ് പാത്താടൻ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിൽ ജെ ഇളന്തട്ട്, ഹെൽത്ത് സൂപ്പർവൈസർ അനിൽ ആർ, സാബു MB, കില റിസോഴ്സ് പേഴ്സൺ P ശശി, കുടുംബശ്രീ ചെയർപേഴ്സൺ ലില്ലി ജോണി, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ടാൻറ്റി ജോസ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. പിന്നെ എല്ലാവർക്കും സ്ലാബ് ക്ലീൻ ചെയ്തപ്പോൾ പൈപ്പ് വെച്ചത് ആർക്കും ഇനിയിപ്പോ ഓഫീസ് മാലിന്യം മാത്രമല്ല, അല്ലാത്ത വെള്ളം, പാത്രം കഴുകുന്ന വെള്ളം പോലും ഹോട്ടലിൽ നിന്ന് ഓടയിലേക്ക് ഇവിടെ നിയമമില്ല. എല്ലാവർക്കും നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രത്യേക ചില സാഹചര്യം ഉള്ളതുകൊണ്ട് ചിലതൊന്ന് കണ്ണടയ്ക്ക് വേണ്ടി ഈ വെള്ളം മാത്രം വിടുന്നവർക്ക്, അങ്ങനെ വരുന്ന വെള്ളം കൂടിയാണ് ഈ കൊതുക് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട വെള്ളക്കെട്ടിൽ നമുക്കറിയാം. മുകളിൽ സ്റ്റാഫ് ഉണ്ടെങ്കിൽ അത് ആർക്കും അറിയില്ല. കൊതുക് അതിലേക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ ആരോഗ്യ വിഭാഗം വളരെ നന്നായി ആ കാര്യത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആരോഗ്യ വിഭാഗത്തിന്റെ HSമാരുടെ KCCമാരാണ്, HIമാരോട് എല്ലാവരെയും ഞാൻ അവസരത്തിൽ പ്രത്യേകം സാനിറ്റേഷൻ വർക്കേഴ്സ് എല്ലാവരെയും അവസരത്തിൽ പ്രത്യേകം. ന്യൂസ് ബ്യൂറോ, അങ്കമാലി.